നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A cantilever 3 meter span carries a point load of 25 kilonewton at the end. Find the slope and deflection at the free end. ഇപ്പൊ ഫ്രീ എൻഡിൽ വരുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അതിന്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ വാല്യൂസ് കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പോയിന്റ് ലോഡ് വന്നിട്ടുള്ള വാല്യൂ എത്രയാണത്? 25 കിലോന്യൂട്ടൺ ആണ്. അതുപോലെ ബീമിന്റെ സ്പാന് 3 മീറ്റർ ആണ്. പിന്നെ ഇയുടെ വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് 200 കിലോന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ വാല്യൂ അത് 360 × 10�6 mm⁴ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് യൂസ് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒരു കാന്റിലിവർ ബീം ആണ് അല്ലെ. അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ആ കാന്റിലിവർ ബീമിനകത്ത് ലോഡ് എന്ത് ടൈപ്പ് ലോഡാണ് വന്നിട്ടുള്ളത്? ഒരു പോയിന്റ് ലോഡാണ് അല്ലെ. പോയിന്റ് ലോഡ് എവിടെ വന്നിട്ടുള്ളത്? അറ്റ് ദ എൻഡ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ലോഡ് കാണിക്കുക. ആ പോയിന്റ് ലോഡിന്റെ വാല്യൂ അത് 25 കിലോന്യൂട്ടൺ ആണ്. 25 കിലോന്യൂട്ടൺ അല്ലെ. അതുപോലെ തന്നെ ഈ ബീമിന്റെ സ്പാന് 3 മീറ്റർ. ഇപ്പൊ 3 മീറ്റർ ഇതും കാണിക്കാം. അപ്പൊ നിങ്ങൾ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് മാർക്ക് ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ഫിഗർ വരയ്ക്കാതെ പോകരുത്. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഡിംഗ് കണ്ടീഷനിൽ അല്ലെ, ഫിക്സ് കാന്റിലിവർ ബീമിൽ ഈ ഒരു ലോഡിംഗ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് അതിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരുന്നത്? നമ്മൾ അതിന്റെ ഒരു ഷേപ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് വരിക. ട്രയാങ്കിൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ അല്ലെ, മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ ഈ വാല്യൂ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് WL ആയിരുന്നു അല്ലെ, WL. അപ്പൊ ഇവിടെ ഡബ്ല്യൂയുടെ വാല്യൂ 25 ആണ്. അതുപോലെ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ബീം അത് 3 ആണ്. അപ്പൊ നമുക്ക് 75 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഈ ഒരു എക്സ്പ്രഷനിൽ അത് എഴുതാം, 75 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത് 3 മീറ്റർ. അപ്പൊ ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ മോർസ് തിയറം അല്ലെ, മോർസ് തിയറം തന്നെയാണ് എന്ത്, ഈ ഒരു മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് മോർസ് തിയറം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇനി പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പൊ ആദ്യം മോർസ് തിയറം 1 പ്രകാരം നമുക്ക് സ്ലോപ്പ് ആണ് കാണുന്നത്. അപ്പൊ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ എടുത്താൽ മതി അല്ലെ. ഏരിയ എടുത്തതിന് ശേഷം EI കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി സ്റ്റെപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നോക്കുക. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടു, 25 × 3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 75 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പൊ അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു M/EI ഡയഗ്രാം കൂടി വരയ്ക്കാം. ഒന്നുമില്ല, ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചതിന് ആ ഷേപ്പ് തന്നെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ഓർഡിനേറ്റിന്റെ അകത്ത് 75/EI എന്ന് എഴുതും. അപ്പൊ എന്തായി, M/EI ഡയഗ്രാം ആയി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ, ഈ സെന്ററോഡിൽ നിന്നുള്ള ദൂരം കണ്ടെത്തി വെക്കുക. അതെപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക? സ്ലോപ്പ് കണ്ടു കഴിഞ്ഞ് ഡിഫ്ലക്ഷൻ കാണുമ്പോഴാണ് ആവശ്യം വരിക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, എന്നിട്ട് ആസ് പെർ മോർസ് ഫസ്റ്റ് തിയറം സ്ലോപ്പ് അറ്റ് ബി അല്ലെങ്കിൽ θB = ഏരിയ ഓഫ് M/EI ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാഫ് BH എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അല്ലെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേസ് എത്രയാണ്? അത് 3 മീറ്റർ ആണ് അല്ലെ. ഈ ഒരു ബേസ് അല്ലെങ്കിൽ ഈ ലെങ്ത് എത്രയാണ്? അത് 3 മീറ്റർ ആണ്. അപ്പൊ അതാണ് 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് M/EI ഡയഗ്രാം? ഏരിയ ഓഫ് M/EI ഡയഗ്രാം ആണ്. അപ്പൊ അതെന്ത് കൊടുത്തിട്ടുണ്ട്? 75/200 × 360 × 10�6 അല്ലെ. ഇത് എന്താണ്? M ഡയഗ്രാം ആണ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. നമുക്ക് വേണ്ടത് ഏതിൻ്റെതാണ്? ഈ M/EI ഡയഗ്രത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഓർഡിനേറ്റ് 75/EI എന്ന് കൊടുക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 75/EI. അപ്പൊ ഇന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? അത് 200 ആയിരുന്നു. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരുന്നു? അത് 360 × 10�6 ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാല്യൂ വന്നിട്ടുള്ളത് 0.00156 റേഡിയൻസ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സ്ലോപ്പ് വന്നിട്ടുള്ളത്. പിന്നീട് അതിനെ ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് നിങ്ങൾ റേഡിയനിൽ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഡിഗ്രിയിലേക്ക് മാറ്റി എഴുതാനൊന്നും നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് കാണുന്നത്. ഇനി അടുത്തത് ഡിഫ്ലക്ഷൻ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ഡിഫ്ലക്ഷൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആസ് പെർ മോർസ് സെക്കൻഡ് തിയറം അല്ലെ. സെക്കൻഡ് തിയറം നോക്കാം.
അപ്പൊ അതിലെന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക, ഡിഫ്ലക്ഷൻ അറ്റ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്താണ് മൊമെന്റ് ഓഫ് ഏരിയ. ഓക്കെ, മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് എം ബൈ ഇ ഐ ഡയഗ്രം ആണ്. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറയുന്നത് എ ഇൻറ്റു എക്സ് ബാർ ആണ്. അപ്പൊ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഏരിയ തന്നെയാണ് അല്ലെ. എം ബൈ ഇ ഐ ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടെത്തി. അതോടൊപ്പം തന്നെ എക്സ് ബാർ എന്താ നമ്മൾ പറഞ്ഞത്, ഈ ഒരു പോയിന്റിലേക്കുള്ള ദൂരം ഇവിടുന്ന് ഈ എം ബൈ ഇ ഐ ഡയഗ്രത്തിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഉള്ള ദൂരം അല്ലെ, അത് എങ്ങനെ വരുന്നത് 2/3 ഓഫ് ടോട്ടൽ ലെങ്ത് ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്താണ്, ഇത് 3 മീറ്റർ ആണ്. അപ്പൊ 2/3 ഇൻറ്റു 3 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് 2/3 ഇൻറ്റു 3. പിന്നെ അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതിയതാണ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മില്ലിമീറ്ററിൽ വാല്യൂ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് മീറ്ററിൽ വാല്യൂ കിട്ടുന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈ ബി അല്ലെ, ഡിഫ്ലക്ഷൻ അറ്റ് ബി 3.125 mm എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്, ഒന്ന് ഡിഫ്ലക്ഷൻ കണ്ടു, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ സ്ലോപ്പും കണ്ടിട്ടുണ്ട്. സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മോർസ് തിയറം 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം എന്ത് കണ്ടാൽ മതി, ജസ്റ്റ് ആ ഏരിയ ഓഫ് എം ബൈ ഇ ഐ ഡയഗ്രം കണ്ടാൽ മതിയായിരുന്നു. അതേ സമയത്ത് ഡിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മൊമെന്റ് ഓഫ് ഏരിയ ഓഫ് എം ബൈ ഇ ഐ ഡയഗ്രം കാണണം. അപ്പൊ മൊമെന്റ് ഓഫ് ഏരിയ നമ്മുടെ പ്രത്യേകം പറയുന്നത് കൊണ്ട് ഏരിയ ഇൻറ്റു എക്സ് ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.